നമസ്കാരം. ഞാൻ മഹമ്മൂദ് ഷാക്കിർ, വൊക്കേഷണൽ ടീച്ചർ ഇൻ DL GVHSS മീഞ്ചന്ത. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂഷൻ ലൈൻ മെറ്റീരിയൽസ് എന്ന ടോപ്പിക്കാണ്. ഹിയർ വി വിൽ ഡിസ്കസ് ദി ഫോളോവിങ് മെറ്റീരിയൽസ് ആൻഡ് ആക്സസറീസ് യൂസ്ഡ് ഇൻ പവർ ഡിസ്ട്രിബ്യൂഷൻ. 1. പോൾസ്, 2. കണ്ടക്ടേഴ്സ്, 3. ഇൻസുലേറ്റേഴ്സ്, 4. സ്റ്റേ. ഫസ്റ്റ്, പോൾസ് ഓർ സപ്പോർട്ട്സ്. പോൾസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനനുസരിച്ച് നമുക്ക് താഴെ പറയുന്ന വിധത്തിൽ ക്ലാസിഫൈ ചെയ്യാം. 1. സ്റ്റീൽ പോൾസ്, 2. സിമന്റ് പോൾസ്, 3. വുഡ് പോൾസ്. Steel poles further we can classify as follows. 1. rail poles, 2. tubular poles. Next, rail poles. Rail poles are better than RCC poles. Rail poles RCC പോളിനേക്കാളും വളരെ ബെറ്റർ ആണ്. ഇവയ്ക്ക് ലൈറ്റ് വെയ്റ്റ്, ചീപ്പർ കോസ്റ്റ് എന്നിവയുണ്ട്. ഇവയുടെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവ അറ്റ്മോസ്ഫറിക് മോയ്സ്ചർ, റെയിൻ എന്നിവയ്ക്ക് അഫക്റ്റ് ചെയ്യപ്പെടുന്നു. ആയതിനാൽ റെഗുലർ ഇൻ്റർവെലുകൾ ഇവ പെയിന്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, ട്യൂബുലർ പോൾസ്. ഇവ സാധാരണ ഉപയോഗിക്കുന്നത് ഹില്ലി ഏരിയകളിലാണ്. ഇവയിൽ ആക്ഷൻ ഓഫ് വിൻഡ് ഈസ് വെരി ലെസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് സർക്കുലർ ഷേപ്പ്. ഇവയുടെ സർക്കുലർ ഷേപ്പ് കാരണം വിൻഡിന്റെ ആക്ഷൻ വളരെ കുറവായിരിക്കും. ഇവ ഇറക്റ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ചിത്രത്തിൽ കാണുന്നത് ട്യൂബുലർ പോൾസും റെയിൽ പോൾസുമാണ്. നെക്സ്റ്റ് we will see cement poles. Cement poles are classified as two types. ഇവ രണ്ടായി തരംതിരിക്കാം. 1. RCC poles, 2. PSC poles. RCC means reinforced cement concrete. PSC means pre-stressed cement concrete. ഇവയാണ് RCC, PSC എന്നിവയുടെ എക്സ്പാൻഷൻ. നെക്സ്റ്റ്, RCC പോൾസ്. They are made by reinforcing or embedding steel rods into concrete slabs of pole-shaped cylinder. RCC is permanent in nature. It's having long life, remains unaffected by rain, sunlight, etc. RCCക്ക് ലോങ് ലൈഫ് ഉണ്ട്. ഇവ മഴ, സൂര്യപ്രകാശം ഇവയിൽ നിന്നും സുരക്ഷിതമാണ്. ഇവയുടെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് they are having heavy weight. PSC poles. ഇതും കോൺക്രീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. Here, high tensile steel wire is inserted into a mold and stretched to a certain level. High tensile steel wire മാക്സിമം സ്ട്രെച്ച് ചെയ്യുന്നു. കൂടാതെ ഇതിന്റെ അകത്ത് ഗാൽവനൈസ്ഡ് വയർ ഈസ് യൂസ്ഡ് ആസ് എ എർത്ത് വയർ ഇൻസൈഡ് ദി മോൾഡ്. ഒരു ഗാൽവനൈസർ വയർ എർത്ത് വയർ ആയിട്ട് യൂസ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ്, കോൺക്രീറ്റ് മിക്സ് ഈസ് pour into a mold and compress using vibrator. അതിനുശേഷം കോൺക്രീറ്റ് മിക്സ്ചർ ഈ മോൾഡിലേക്ക്
ഒഴിക്കുകയും അതിനുശേഷം വൈബ്രേറ്റർ ഉപയോഗിച്ച് കംപ്രസ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് PSC പോൾ നിർമ്മിക്കുന്നത്. ഇന്ന് KSEB കൂടുതൽ യൂസ് ചെയ്തു വരുന്നത് PSC പോൾസ് ആണ്. ചിത്രത്തിൽ കാണുന്നത് PSC പോൾസും RCC പോൾസുമാണ്. നെക്സ്റ്റ് വുഡൻ പോൾസ്. ചിത്രത്തിൽ കാണുന്നത് ഒരു വുഡൻ പോൾ ആണ്. ഇവ സാധാരണ വളരെ ചീപ്പാണ്, ലൈറ്റ് വെയിറ്റ് ആണ് കമ്പയർ ടു ആൾ അതർ ടൈപ്സ് ഓഫ് പോൾസ്. പക്ഷെ ഇവയുടെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് they are affected by atmospheric moisture, rainwater, white ants. ഇത്രയും കാര്യങ്ങൾ ഇവയെ അഫക്റ്റ് ചെയ്യുന്നു. ആയതിനാൽ ഇവ വേഗം നശിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവ ടെമ്പററി പർപ്പസിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ചിലപ്പോൾ ഹില്ലി ഏരിയകളിൽ ഉപയോഗിച്ച് കാണാറുണ്ട്. ഇവയിൽ ക്രിയോസോട്ട് എന്ന ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് we'll see the selection of poles for erection of lines depends on the factors such as selection of poles. പോൾ സെലക്ട് ചെയ്യുന്നത് താഴെ പറയുന്ന ഘടകങ്ങളെ ആശ്രയിച്ചാണ്. 1. പോൾ സ്ട്രെങ്ത്. 2. ടൈപ്പ് ആൻഡ് സൈസ് ഓഫ് കണ്ടക്ടർ. 3. മാക്സിമം വിൻഡ് പ്രഷർ. 4. മാക്സിമം ലൈൻ ടെൻഷൻ. 5. സ്നോഫാൾ. 6. പ്രസൻസ് ഓഫ് ഫ്രൂട്ട് ഫാംസ്. 7. ഗാർഡിംഗ്. 8. ഡിഫറെന്റ് ക്രോസിംഗ്സ് ലൈക്ക് റിവർ, റോഡ്, റെയിൽവേ ലൈൻസ്, ടെലിഫോൺ ലൈൻസ്, എക്സെട്ര. Next we will see conductors. That is conductors are classified into 3 types. First one is AAC, all aluminum conductors. Second one is ACSR, aluminum conductor steel reinforced. Third one is AAC, all aluminum alloy conductors. ഫസ്റ്റ് AAC കണ്ടക്ടേഴ്സ്. ചിത്രത്തിൽ കാണുന്നത് ഓൾ അലുമിനിയം കണ്ടക്ടർ ആണ്. ദാറ്റ് ഇസ് AAC കണ്ടക്ടേഴ്സ്. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് 1 or more strands of hard drawn aluminum alloy. It is used in high voltage overhead lines and low voltage overhead lines. ഇവ ഹൈ വോൾട്ടേജ് ഓവർഹെഡ് ലൈനിലും ലോ വോൾട്ടേജ് ഓവർഹെഡ് ലൈനിലും ഉപയോഗിക്കുന്നു. ഇവ സാധാരണ അർബൺ ഏരിയകളിലാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഷോർട്ട് സ്പാൻ ആയിരിക്കും സാധാരണ, പക്ഷേ ഹൈ കണ്ടക്ടിവിറ്റി ആവശ്യമായിരിക്കും. ഇത്രയും സന്ദർഭങ്ങളിൽ AAC ഉപയോഗിക്കാറുണ്ട്. ACSR conductors. It is a type of high capacity, high strength stranded conductor typically used in overhead power lines. ഇവയിൽ outer strands are high purity aluminum and center strand is made up of steel. അതായത് ഔട്ടർ സ്ട്രാൻഡ്സ് ഹൈ പ്യൂരിറ്റി അലുമിനിയം കൊണ്ടും സെന്റർ സ്ട്രാൻഡ് സ്റ്റീൽ കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് എക്സലന്റ് കണ്ടക്ടിവിറ്റിക്കും അതേപോലെ അഡീഷണൽ സ്ട്രെങ്ത്തിന് സ്റ്റീൽ സ്ട്രാൻഡും ഉപകരിക്കുന്നു. AAC conductors. It is made up of high strength aluminum, magnesium and silicon alloy.
ഇവ നിർമ്മിച്ചിരിക്കുന്നത് ഹൈ സ്ട്രെങ്ത് അലുമിനിയം, മഗ്നീഷ്യം ആൻഡ് സിലിക്കൺ അലോയ് ഉപയോഗിച്ചാണ്. ഇറ്റ് ഈസ് ഹാവിംഗ് ബെറ്റർ സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ, എക്സലന്റ് സാഗ് ടെൻഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സുപ്പീരിയർ കൊറോഷൻ റെസിസ്റ്റൻസ് കമ്പയർഡ് ടു SESR. SESR കണ്ടക്ടറിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഇവയ്ക്ക് ബെറ്റർ സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ ഉണ്ട്, എക്സലന്റ് സാഗ് ടെൻഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ആൻഡ് കൊറോഷൻ റെസിസ്റ്റൻസും സുപ്പീരിയർ ആണ്. നെക്സ്റ്റ് വിൽ സി ഇൻസുലേറ്റേഴ്സ്. ഡിസ്ട്രിബ്യൂഷൻ ലൈനുകളിൽ ഉപയോഗിച്ചു വരുന്ന ഇൻസുലേറ്റേഴ്സുകൾ ഇവയാണ്. 1 പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ്, 2 ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ്, 3 ഡിസ്ക് ടൈപ്പ് ഇൻസുലേറ്റേഴ്സ്, 4 ഗേ ഓർ സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ്. ചിത്രത്തിൽ കാണുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആണ്. അതായത് പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ്, ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ്, ഗേ സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് ആൻഡ് ഫോർത്ത് വൺ is disk insulators. First one is pin type insulator. പിൻ ടൈപ്പ് ഇൻസുലേറ്റർ സാധാരണ ഉപയോഗിക്കുന്നത് 11 kV ലൈനുകളിലാണ്. Pin type insulator is secured to the cross arm on distribution poles. There is a groove on the upper end of the insulator for resting the conductor. Conductor passes through this groove and it is bound by a wire made up of the same material as that of the conductor. കണ്ടക്ടർ റെസ്റ്റ് ചെയ്യുന്നത് ഒരു ഗ്രൂവ് ഉണ്ട്, ആ ഗ്രൂവിലാണ്. ഈ ഗ്രൂവിലൂടെയാണ് കണ്ടക്ടർ പാസ് ചെയ്യുന്നത്. കണ്ടക്ടർ നിർമ്മിച്ചിരിക്കുന്ന സെയിം മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച ഒരു വയർ കൊണ്ട് കണ്ടക്ടർ ഗ്രൂവിൽ കെട്ടിവെക്കുന്നു ഓർ ഇൻസുലേറ്ററിൽ കെട്ടിവെക്കുന്നു. നെക്സ്റ്റ് ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്റർ. ഇവ LTയിലാണ് ഉപയോഗിക്കുന്നത്. ഇത് പോളും ലൈവ് കണ്ടക്ടറും തമ്മിൽ ഐസൊലേറ്റ് ചെയ്യുന്നു. പോളും ലൈവ് കണ്ടക്ടറും തമ്മിൽ ഐസൊലേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡിസ്ക് ടൈപ്പ് ഇൻസുലേറ്റർ. It is used in higher voltage beyond 33 kV. 33 kVക്ക് മുകളിലുള്ള വോൾട്ടേജുകളിലാണ് ഇവ ഉപയോഗിക്കുന്നത്. 11 kVയിൽ ഡെഡ് എൻഡ് ലൊക്കേഷനിൽ ഇവ ഉപയോഗിക്കുന്നു. സാധാരണ 11 kVയിൽ ഡെഡ് എൻഡ് ലൊക്കേഷനിൽ ഡിസ്ക് ഇൻസുലേറ്റർ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. നെക്സ്റ്റ് ഗേ ഓർ സ്ട്രെയിൻ ഇൻസുലേറ്റർ. സ്റ്റേ വയറുകളിൽ ഉപയോഗിക്കുന്നു. It is inserted between stay wire to isolate the lower portion from electricity. അതായത് ലോവർ പോർഷന് ഇലക്ട്രിസിറ്റിന്ന് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റേ വയറിൽ അറൗണ്ട് 3 മീറ്റർ ഉയരത്തിൽ ഗേ ഓർ സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് ഉപയോഗിച്ച് കാണുന്നു. നെക്സ്റ്റ് GI വയർ. GI wire is used as a protective guarding at the crossing of lines with roads, railway tracks, telecommunication lines, etc. ഒരു പ്രൊട്ടക്റ്റീവ് ഗാർഡിങ്ങിന് വേണ്ടിയിട്ടാണ് സാധാരണ GI വയേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് റെയിൽവേ ലൈൻ ക്രോസിങ്, റിവർ ക്രോസിങ്, ടെലികമ്മ്യൂണിക്കേഷൻ ലൈൻ ക്രോസിങ് ഇവയെല്ലാം ഉണ്ടാകുന്ന സമയത്ത് പ്രൊട്ടക്റ്റീവ് ഗാർഡിങ് ആയിട്ട് GI വയേഴ്സ് ആണ് ഉപയോഗിക്കാറ്. These wires shall be galvanized with heavy coating. ഇവ ഗാൽവനൈസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. നെക്സ്റ്റ് ദിസ് ഈസ് GI വയേഴ്സ്. നെക്സ്റ്റ് ക്രോസ് ആം. ചിത്രത്തിൽ കാണുന്നത് V ക്രോസ് ആം ആണ്. നെക്സ്റ്റ് ഡബിൾ ചാനൽ ക്രോസ് ആം.
LT ക്രോസ് ആം എന്നിവയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് LT ലൈൻ സ്പേസസ്. ലൈനുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് പവർ ഫെയിലിയറും ഇന്ററപ്ഷനും ഒഴിവാക്കാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് LT ലൈൻ സ്പേസസ്. Clashing of LT conductors in the mid-span very often takes place due to sag, wind and longer spans. Clashing of LT conductors in the mid-span is very often sag കാരണോ വിൻഡ് അല്ലെങ്കിൽ ലോങ്ങർ സ്പാൻസ് ഇവയെല്ലാം കാരണം ലൈനുകൾ തമ്മിൽ കൂട്ടിമുട്ടി പവർ ഫെയിലിയർ, സപ്ലൈ ഫെയിലിയറും ഇന്ററപ്ഷൻസും ഉണ്ടാകാറുണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് ലൈൻ സ്പേസർ. ചിത്രത്തിൽ കാണുന്നത് ഒരു LT ലൈൻ സ്പേസർ ആണ്. ഇവ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്പൈറൽ ടൈപ്പ്, രണ്ട് കോമ്പോസിറ്റ് ടൈപ്പ്. സ്പൈറൽ ടൈപ്പ് is made up of high quality PVC. Composite type is made up of polypropylene. ഒരു വെർട്ടിക്കൽ ലൈൻ സ്പേസർ ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. Next we will see what is stay. To prevent tilting of the pole from its normal position due to abnormal wind pressure and deviation of alignment, the pole shall be kept in position by stays. അതായത് പോളിന്റെ ടിൽറ്റിംഗ്, നോർമൽ പൊസിഷനിൽ നിന്ന് പോളിന് വരുന്ന ടിൽറ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടിയാണ് സ്റ്റേ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ടിൽറ്റിങ്ങിന് കാരണം അബ്നോർമൽ വിൻഡ് പ്രഷർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡീവിയേഷൻ ഓഫ് അലൈൻമെന്റ് ആയിരിക്കാം. നെക്സ്റ്റ്, സ്റ്റേസ് ഷാൾ ബി പ്രൊവൈഡഡ് അറ്റ്. സ്റ്റേ എവിടെയെല്ലാം ലൊക്കേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഒന്ന് ആംഗിൾ ലൊക്കേഷൻസിൽ, രണ്ട് ഡെഡ് എൻഡ് ലൊക്കേഷൻസിൽ, മൂന്ന് T പോയിന്റ് ലൊക്കേഷൻസിൽ, 4 സ്റ്റീപ്പ് ഗ്രേഡിയന്റ് ലൊക്കേഷൻസ്, 5 കട്ട് പോയിന്റ്. ഈ 5 സ്ഥലങ്ങളിൽ നിർബന്ധമായും സ്റ്റേ കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ അലൈൻമെന്റ് മാറാനോ പോസ്റ്റ് മറിയാനോ പോള് ചെരിയാനോ എല്ലാം ചാൻസ് ഉണ്ടായിരിക്കും. Galvanized iron stay wires and stay rods are used for providing stay. The angle between pole and stay is around 45 degree. അതായത് പോളും ആംഗിളും സ്റ്റേയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കണം. സ്റ്റേ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യേണ്ടതാണ്. ബൈ യൂസിങ് ബേസ് പ്ലേറ്റ് ഓർ ആംഗിൾ അയൺ ഓർ റെയിൽ ഉപയോഗിച്ച് അത് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യേണ്ടതാണ്. Stay wires shall be connected to the pole with a porcelain gay insulator. The insulator inserted at a minimum height of 30 meters. Stay wire പോളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഒരു ഗേ സ്ട്രെയിൻ ഇൻസുലേറ്റർ വഴിയാണ്. ഈ ഇൻസുലേറ്ററിന്റെ ലൊക്കേഷൻ അറൌണ്ട് 3 meters ആയിരിക്കണം. Stays can be classified into the following categories. First one is ordinary stay, second one is A stay, third one is self stay or B stay, next one is flying stay, and fifth one is strut. ചിത്രത്തിൽ കാണുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റേസ് ആണ്. ഒന്ന് നോർമൽ സ്റ്റേ, 2 സെൽഫ് സ്റ്റേ, 3 A ടൈപ്പ് സ്റ്റേ, 4 സ്ട്രട്ട് ടൈപ്പ് സ്റ്റേ. നോർമൽ ടൈപ്പ് സ്റ്റേ നമുക്കെല്ലാം പരിചിതമാണ്. 45 ഡിഗ്രി ആംഗിളില് പോള് സ്റ്റേ വയറുമായി കറക്റ്റ് ഫിക്സ് ചെയ്യുന്നു. നെക്സ്റ്റ് സെൽഫ് സ്റ്റേ.
ചിത്രത്തിൽ കാണുന്ന സെൽഫ് സ്റ്റേ കൊടുക്കാൻ സ്ഥലപരിമിതിയുള്ള ഏരിയകളിൽ ആൻഡ് ഇവിടെ സ്റ്റേ പോളിന് അടുത്തേക്ക് തന്നെ അല്ലെങ്കിൽ പോളിൽ തന്നെ കണക്ട് ചെയ്തിരിക്കും. ആണ് സെൽഫ് സ്റ്റേ. എ ടൈപ്പ് സ്റ്റേ, ഇവിടെയും സ്റ്റേ കണക്ട് ചെയ്യാനുള്ള സ്ഥല പരിമിതി ഉള്ളത് കൊണ്ട് സ്റ്റേ വയർ പോളിന് തൊട്ട് താഴെ തന്നെ ഫിക്സ് ചെയ്യുന്ന രീതിയാണ് എ ടൈപ്പ് സ്റ്റേ. നെക്സ്റ്റ് സ്ട്രട്ട്. When the pole is on the roadside and there is no space for stay, one pole is used as a support to the line pole from opposite side of the stay. അതായത് സ്റ്റേ പോൾ റോഡ് സൈഡിലും സ്റ്റേ കൊടുക്കാൻ സ്ഥലപരിമിതിയുള്ള സ്ഥലത്തും ആണെങ്കിൽ സാധാരണ ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്ട്രട്ട്. ഇവിടെ സ്ട്രട്ട് എങ്ങനെ കൊടുക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ. സ്റ്റേ വയറിന് സ്റ്റേ കൊടുക്കുന്നതിന് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പോള് വെച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിനാണ് സ്ട്രട്ട് എന്ന് പറയുന്നത്. One pole is used as a support to the line pole from opposite side of the stay. സ്റ്റേക്ക് ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു പോൾ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിനാണ് സ്ട്രട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫ്ലൈയിങ് സ്റ്റേ. Here also, when the line is on the road side and there is no space for stay. ലൈൻ റോഡ് സൈഡിലും അവിടെ സ്റ്റേ കൊടുക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയിൽ a pole or a pole piece of sufficient height is erected at the other side of the road and a stay wire is tied up between the pole and pole piece. അതായത് റോഡ് സൈഡിലാണ് ലൈൻ ഉള്ളത്, സ്റ്റേ കൊടുക്കാൻ സ്ഥലമില്ല. അത്തരം സന്ദർഭങ്ങളിൽ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പോള് അല്ലെങ്കിൽ ഒരു പോൾ പീസ് ഇറക്റ്റ് ചെയ്ത് ഈ പോൾ പീസും ഒറിജിനൽ ലൈവ് പോളും തമ്മിൽ ഒരു സ്റ്റേ വയർ വഴി കണക്ട് ചെയ്യുന്നതാണ് ഫ്ലൈയിങ് സ്റ്റേ എന്ന് പറയുന്നത്. ഫ്ലൈയിങ് സ്റ്റേ എന്ന് പറയുന്നത് രണ്ട് പോളുകൾ തമ്മിൽ സ്റ്റേ വയർ വെച്ച് കണക്ട് ചെയ്യുന്ന രീതിക്കാണ് ഫ്ലൈയിങ് സ്റ്റേ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.